ചായ കുടിക്കാൻ വിളിച്ചാൽ മടി കാണിക്കുന്ന കുട്ടികൾ ഇതുപോലൊരു പലഹാരം ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. പെട്ടെന്ന് തന്നെ അങ്ങ് ചായ കുടിക്കാൻ വരും കേട്ടോ. അതുമാത്രമല്ല, ഉണ്ടാക്കാൻ വളരെ സിമ്പിളുമാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായ ശേഷം അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിലേക്ക് 1 കപ്പ് ചിരുവിയ തേങ്ങ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഒരുപാട് അങ്ങ് റോസ്റ്റ് ചെയ്യൊന്നും വേണ്ട, ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുക, ഒരു കളറിന് വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുക. അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും അതേപോലെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് 2 മുട്ട, 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്, 1/4 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പഞ്ചസാരയ്ക്കൊന്ന് മെൽട്ടായി വരണം, അതിന് വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് പാലാണ്. ആ പാലും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് മിക്സി എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ, ഇതുപോലെ വിസ്ക് മാത്രം മതി. പിന്നെ 2 ടേബിൾ സ്പൂണ് മൈദ കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ബ്രെഡ് സ്ലൈസസ് ആണ്. 6 ബ്രെഡ് ഇതുപോലെ കൈ വെച്ചിട്ട് പിച്ചിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങാ മിക്സിൽ നിന്ന് പകുതിയെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈത്തപ്പഴം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു 6 ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നെയ്യ് തടവിയ ഇതുപോലത്തെ ഒരു സോസ് പാനിലേക്ക് ഇത് നിരത്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള തേങ്ങ കൂടെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.